ഫ്രണ്ട്സ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം വെബ്സൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഫേക്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ലോഗിൻ ചെയ്യേണ്ട, ഫേക്ക് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട, ഒറിജിനൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യേണ്ട. നമ്മുടെ അക്കൗണ്ട് സേഫാണ്. ഇതിനകത്ത് എന്താണ്, നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം മാത്രം കൊടുത്താൽ മതി. അതെന്തിനാണ് കൊടുക്കുന്നത്? നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുക്കുക, ഫോളോവേഴ്സ് വാരിക്കൂട്ടുക മച്ചന്മാരെ. അന്നേരം ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ എപ്പോഴും വർക്കിംഗ് ആവണമെന്നില്ല. അന്നേരം നമ്മൾ ഈ വീഡിയോ ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. കുറേ നാൾക്ക് ശേഷം ചിലപ്പോൾ ഇത് ഫോളോവേഴ്സ് കയറണമെന്നില്ല. ഇപ്പം ഇതിൻ്റെ എല്ലാ റേറ്റും കാര്യങ്ങളും ഒക്കെ കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ്. ആ ടൈമിലൊക്കെ മാക്സിമം ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അന്നേരം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൽ പോകേണ്ട ലിങ്കും കാര്യങ്ങളും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലാഗ് റിവ്യൂസ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഫ്ലാഗ് റിവ്യൂസ് എങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം ഫ്ലാഗ് റിവ്യൂസ് നിങ്ങൾ ഓഫ് ചെയ്തോളൂ. പിന്നെയെന്ന് വെച്ചാൽ അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്. പ്രൈവറ്റ് ആണെങ്കിൽ ഒരിക്കലും ഫോളോവേഴ്സ് കയറത്തില്ല. അക്കൗണ്ട് പബ്ലിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അന്നേരം ഇതേപോലുള്ള കിടിലം വീഡിയോസൊക്കെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നമുക്കിപ്പം ചുരുക്കം വെബ്സൈറ്റുകളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. കുറേ നാൾക്ക് ശേഷമൊക്കെ ചിലർ ചെയ്ത് നോക്കിയിട്ട് ചിലർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഇടുന്ന ടൈമിൽ. പ്രൈവറ്റ് ആണെങ്കിൽ ഒരിക്കലും കയറത്തില്ല കേട്ടോ. ഇതേപോലെ ഫ്ലാഗ് റിവ്യൂസും കൂടെ ഓഫ് ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇൻക്രീസ് ആവും. എന്നിട്ട് ലിങ്ക് എവിടെയാണ് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴിയാണ് നമ്മുടെ വെബ്സൈറ്റിൽ പോകേണ്ടത്. പിന്നെ വെബ്സൈറ്റിൽ പോകുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കുറച്ച് ടാസ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ പോവുക, ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാം ഗൈസ്. നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ് എന്താണ്? ഓപ്പൺ വെബ്സൈറ്റ് എന്നാണ്. അന്നേരം എന്താണ് ഈ ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറയുന്നതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഏതാണ്? കേരള ഫോളോവേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടാണ് വരുന്നത്. നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ 3 പോസ്റ്റിനൊന്ന് ലൈക്ക് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റ് കണ്ടില്ലേ? അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റിൽ 57 പേരെയാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. എത്രയാണ്? 57 പേരെയാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എത്രയാണ്? ഒരു 21 അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഫോളോ ചെയ്തതിന് ശേഷമാണ് നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകേണ്ടത്. അന്നേരം 21 അക്കൗണ്ട് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യണം. എൻ്റെ നെറ്റ് ഒന്ന് സ്ലോ ആണ്. അന്നേരം നിങ്ങൾ എന്താണ് 21 അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തതിന് ശേഷം 21 അക്കൗണ്ട് ഫോളോ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അപ്പം ഗൈസ് നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ എന്താണ്? ഗോ ടു വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് വരുന്ന ഓപ്ഷൻ വരും. അന്നേരം ഗോ ടു വെബ്സൈറ്റ് കൊടുക്കുക. നമ്മൾ 21 അക്കൗണ്ട് ഫോളോ ചെയ്തതിന് ശേഷം ജസ്റ്റ് ബാക്ക് അടിച്ച് നമ്മൾ ഇതിലേക്ക് വരിക. ഗോ ടു വെബ്സൈറ്റ് എന്നുള്ളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റ്. അന്നേരം നിങ്ങൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മൾ ഇതിനകത്ത് യൂസർ നെയിം മാത്രം നമ്മൾ കൊടുത്താൽ മതി. കണ്ടില്ലേ? യൂസർ നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുക്കുക. താഴെ അവർ കൗണ്ട് കൊടുത്തിരിക്കുന്ന 10 ആണ്. നമുക്ക് 10 ഫോളോവേഴ്സ് ഇതുവഴി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. നമുക്ക് 10 ഫോളോവേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരുപാടാണ്. ഒരു 10 പേരെ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയാൽ എത്ര പേരുണ്ട്? നമുക്കൊരു കൗണ്ടായിട്ട് തോന്നുമ്പോൾ ഒരു ചെറുതായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ മുന്നിൽ അത്രയും ആളുകൾ നിൽക്കുമ്പോൾ ഒരുപാടല്ലേ? അതേപോലെ അത്രയും കൗണ്ട് കൂടുന്ന അത്രയും നല്ലതല്ലേ? അന്നേരം ഇതേപോലെ തന്നെ നമുക്ക് ദിവസവും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ല കാര്യമായിരിക്കും. അന്നേരം എന്താണ്? നമ്മളിവിടെ യൂസർ നെയിം എന്നുള്ളിടത്ത് നമ്മുടെ ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം നമുക്ക് കൊടുക്കാം. ഞാൻ അന്നേരം യൂസർ നെയിം കൊടുത്തിട്ടുണ്ട്. താഴെ കണ്ടില്ലേ? ഗെറ്റ് ഫ്രീ ഫോളോവേഴ്സ്. എന്നിട്ട് സോറി കണ്ടോ? ഗെറ്റ് ഫ്രീ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ലേ? അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ തന്നെ നമുക്ക് അത് ഓടുന്നത് കാണാൻ സാധിക്കും. എന്താണ് ഓടുന്നത്? പച്ച കളറിൽ നമ്മുടെ ടൈമർ ഓടി പോകുന്നത് കാണാം. അത് ഫുള്ള് അത് ഗ്രീൻ കളർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ആഡ് ആവുന്നതായിരിക്കും. ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ആവുന്ന കാണാൻ സാധിക്കുന്നതായിരിക്കും. അന്നേരം ഇതേപോലെ ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. ഇതുവഴി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടും. കാരണം ഇതേപോലുള്ള വെബ്സൈറ്റുകൾ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരുടെ അതൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഫോളോവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും നമ്മളും ചെയ്ത് നോക്കുന്നത്. അങ്ങനെ കയറുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നോട്ടിടുന്നത്. അല്ലാതെ ഒരിക്കലും കയറാത്തതല്ല ഇടുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഇന്നിട്ട് ചിലപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് വർക്കിംഗ് ആവണമെന്നില്ല. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് ചില ടൈമിൽ നമുക്ക് എന്താണ് ഫോളോവേഴ്സ് ഇൻക്രീസ് ആവാതെ വരുന്നത്. ചിലരെന്താണ് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. അന്നേരം കയറത്തുമില്ല. അന്നേരം ഫ്ലാഗ് റിവ്യൂസും കൂടെ ഓഫ് ചെയ്യണം കേട്ടോ. അതാണ്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്നത് അതൊന്ന് ടിക്ക് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഓടി കണ്ടോ യുവർ ഫ്രീ ഓർഡർ അത് സക്സസ്ഫുള്ളി ആയിട്ടുണ്ടെന്ന് താണ്ടെ
പച്ച കളറിൽ ദാണ്ട് ഈ ബോക്സിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അന്നേരം നിങ്ങൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക, നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കുക. ഫോളോവേഴ്സ് ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അന്നേരം ഇതേപോലുള്ള കിടിലം വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് അടിക്കുക. എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. ഇതേപോലുള്ള കിടിലം വെബ്സൈറ്റുമായിട്ട് ലൈക്സിൻ്റെ ആയാലും വ്യൂസിൻ്റെ ആയാലും വർക്കിംഗ് ആയിട്ടൊക്കെയുള്ള വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും. അന്നേരം ബായ് മച്ചന്മാരെ.